മക്കളെ എനിക്ക് തെറ്റ് പറ്റി, ആ തെറ്റ് ഞാൻ തിരുത്താൻ തയ്യാറാണ്, എനിക്ക് തെറ്റ് പറ്റിപ്പോയത് എനിക്കറിയാം, ആ തെറ്റ് തിരുത്താനുള്ള കഴിവും അല്ലെങ്കിൽ ആ തെറ്റ് തിരുത്താനായിട്ട് ഞാൻ പൂർണ്ണ ബാധ്യസ്ഥനാണ്, നിങ്ങൾ പറയുന്ന കേൾക്കാനും പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വരെ വേടൻ പറയുന്നുണ്ട്. ആ വേടൻ്റെ ഓരോ വാക്കുകളിലും വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടോളൂ, പക്ഷേ വേടൻ്റെ ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഇഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത്, അത് നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് നിങ്ങളിൽ നിന്ന് തന്നെ മാറ്റണം. അത് വേടനും അംഗീകരിക്കുന്നില്ല, വേടനും അതിനോട് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ വേടൻ പറയുകയുണ്ടായി. ആ ഹിരൺദാസ് അല്ലെങ്കിൽ വേടൻ എന്നറിയപ്പെടുന്ന വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു ആഴം അല്ലെങ്കിൽ ആ മനസ്സിൻ്റെ വലുപ്പം എന്ന് പറയുന്നത്, ആ വ്യക്തി വന്നിട്ട് അത്രയും ആയിരക്കണക്കിന് ജനങ്ങളുടെ മുന്നിൽ നിന്നിട്ട് പറയാണ് താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ താൻ ആ തെറ്റിനെ അനുകൂലിക്കുകയല്ല, അല്ലെങ്കിൽ ആ തെറ്റിനെ താൻ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നില്ല. തെറ്റ് എവിടെയാണ് താൻ ചെയ്തതെന്ന് തനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താൻ ആ തെറ്റിനെ തിരുത്താൻ തയ്യാറാണെന്ന് തന്നെ പറയുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഇത്രയും അധികം ആളുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം ചെയ്ത തെറ്റിനെ തെറ്റെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു, തെറ്റല്ല എന്ന് പറഞ്ഞില്ല.